ഒരു പ്രശ്നമാണോ എങ്കിൽ ഇങ്ങനൊന്ന് ചെയ്ത് നോക്കൂ. എത്ര നരച്ച മുടിയും നമുക്ക് വേരോടുകൂടി കറുപ്പിക്കാൻ ഈ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മാത്രം മതി. ഈ മഞ്ഞൾപ്പൊടിയും കൊണ്ട് എങ്ങനെയാണ് നമുക്ക് ഹെയർ ഡൈ തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കാം. ഹലോ ഫ്രണ്ട്സ്, കേക്ക് ആൻഡ് കേക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നരച്ചുമുടി ഒരു പ്രശ്നമാകുമ്പോൾ നമ്മൾ ഡൈ ഉപയോഗിക്കാറുണ്ട്. വെളിയിൽ നിന്ന് ഹെയർ ഡൈ ഒക്കെ മേടിച്ച് നമ്മുടെ തലയിൽ പുരട്ടാറുണ്ട്. അന്നിപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടും. പക്ഷെ കറക്റ്റ് ഒരു മാസം ആകുമ്പോൾ അതങ്ങ് പോവുകയും ചെയ്യും. നമ്മുടെ കറുത്ത മുടി പോലും നരച്ചു പോകാൻ സാധ്യത കൂടുതലാണ് ഹെയർ ഡൈ ഒക്കെ മേടിച്ച് പുരട്ടുമ്പോൾ. അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള ഈ കുറച്ച് സാധനങ്ങളൊക്കെ വെച്ച് നമുക്ക് തന്നെ ചെയ്യുവാണെങ്കിൽ നല്ലൊരു റിസൾട്ട് കിട്ടുന്ന അടിപൊളി ഒരു ഇതാണ് കേട്ടോ. നല്ല റിസൾട്ടാണ്. അതിനായിട്ട് നമുക്ക് വേണ്ടത് മഞ്ഞൾ പൊടിയാണ്. അപ്പോൾ ഈ മഞ്ഞൾ പൊടി എന്ന് പറയുമ്പം നമ്മൾ സാധാരണ പാക്കറ്റ് കവറിൽ മേടിക്കുന്ന മഞ്ഞൾ പൊടി എടുക്കാതെ നമ്മൾ അങ്ങാടിക്കടയിൽ നിന്ന് നല്ല മഞ്ഞൾപ്പൊടി കിട്ടും. അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ മഞ്ഞളുണ്ടെങ്കിൽ അത് ഉണക്കി പൊടിച്ച് എടുക്കുവാണെങ്കിൽ അതാണ് എടുക്കാവുള്ളൂ. അല്ലാതെ നമ്മൾ പാക്കറ്റ് മേടിക്കുന്നത് എടുക്കരുത് കേട്ടോ. അപ്പം നമുക്ക് തയ്യാറാക്കുന്ന ഒരു വിധം നോക്കാം. അതിനായിട്ട് ഞാൻ ഒരു ഇരുമ്പിൻ്റെ ഒരു ചട്ടിയാണ് വെച്ചിരിക്കുന്നത്. ഇരുമ്പ് ചട്ടിയിൽ വേണം ഇത് നമുക്ക് തയ്യാറാക്കാനായിട്ട്. അതിലേക്ക് നമുക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള ഇത് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഇട്ട് കൊടുക്കുന്നത് 1 ടീസ്പൂണാണ്. നിങ്ങൾക്ക് ഡെയിലി തയ്യാറാക്കാൻ പറ്റത്തില്ലെന്നുണ്ടെങ്കിൽ കുറച്ചേറെ എടുത്ത് ഇതേ രീതിയിൽ തന്നെ ചെയ്തിട്ട് ഒരു കുപ്പിയിലേക്ക് മാറ്റി സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് ആവശ്യമുള്ളപ്പോൾ എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാൻ ആ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നല്ലപോലെ ഒന്ന് കരിച്ചെടുക്കുന്നുണ്ട്. നമ്മുടെ കോഫി പൗഡറിൻ്റെ കളറിനെക്കാട്ടി കുറച്ചൊരു ഡാർക്ക് കളറിലേക്ക് ഒന്ന് വരണം കേട്ടോ. നല്ലപോലെ ഒരു ഡാർക്ക് കളറിലേക്ക് തന്നെ ഇത് വരണം. ഇനി ഇതിലേക്ക് ഞാൻ ഇവിടെ ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ ഹെന്ന പൗഡറാണ്. നമ്മൾ വീട്ടിൽ മൈലാഞ്ചി ഇല പൊടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അതെടുത്താലും മതി കേട്ടോ. ഇല്ലെങ്കിൽ നിങ്ങളുടെ മഞ്ചിഷ്ട പൗഡർ ഉണ്ടെങ്കിൽ അതൊന്ന് ചേർത്ത് കൊടുത്താലും നല്ലതാണ്. നമ്മുടെ മുടി നല്ല കറുക്കാൻ സഹായിക്കും മഞ്ചിഷ്ട പൗഡർ. അതെല്ലാവർക്കും അറിയാം, അങ്ങാടിക്കടയിൽ അത് കിട്ടുന്നതുമാണ്. അപ്പോൾ ഇതിനായിപ്പോൾ ഹെന്ന പൗഡറാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് നെല്ലിക്കാപ്പൊടിയാണെങ്കിലും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് രണ്ടും കൂടെ നല്ലപോലെ ഇതേ ഒരു രീതിയിൽ നമുക്കൊന്ന് അതിന്ന് അതിൻ്റെ യെല്ലോ കളറെല്ലാം മാറ്റിയിട്ട് ഡാർക്ക് കളറിലേക്ക് അത് കൊണ്ടുവരണം. ഇത് കണ്ടില്ല, ഇതേ രീതിയിലേക്ക് ഞാനിത് മാറ്റിയിട്ടുണ്ട്. കണ്ടോ, ഈ ഒരു കളറായിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. ഇത് ചൂടൊന്ന് ആറിക്കഴിയുമ്പോൾ നമുക്ക് ബൗളിലേക്ക് മാറ്റാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. പിന്നെ ആ ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് വെച്ചേക്കണേ. എന്നാലേ ഞാൻ ഇടുന്ന വീഡിയോസിന് എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ കേട്ടോ. നമ്മുടെ ആ തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ട ആ ഒരു പൊടി നമ്മുടെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ വീട്ടിൽ നാച്ചുറലായിട്ട് ചെയ്യാൻ പറ്റുന്ന ആ ഡൈയുടെ പൊടിയാണിത്. അപ്പോൾ നമുക്ക് ഇത് ഇങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. നല്ലൊരു റിസൾട്ട് കിട്ടുന്ന അടിപൊളിയാണിത്. നല്ല റിസൾട്ടാണ് കിട്ടുക. ഒറ്റ യൂസിൽ തന്നെ നിങ്ങൾക്ക് റിസൾട്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇനി നമുക്ക് ഇതെങ്ങനെ ഉപയോഗിക്കുന്നതെന്ന് കാണാം. ഇപ്പോൾ നമ്മൾ കൈ കൊണ്ട് തന്നെ ആ ഇടിച്ചിരി പൊടി എടുക്കുമ്പോൾ ഇത് കണ്ടില്ലേ, ഒന്ന് ആക്കി കൊടുക്കുമ്പോൾ നല്ലൊരു കറുപ്പ് വരുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഈ കറുപ്പ് നമ്മൾ കൈ കഴുകിയാൽ പോലും നമ്മുടെ കയ്യിൽ നിന്ന് പോലും ആ കറുപ്പ് പോകില്ല. അത്രയ്ക്ക് നല്ലതാണ്. അപ്പോൾ എനിക്ക് ഇത്രയും ഇതിൻ്റെ ആവശ്യമില്ല. ഒരുപാട് നരയൊന്നും ഇല്ലാത്തത് കാരണം ഞാൻ അതെടുത്ത് ഒരു ബോക്സിലേക്ക് മാറ്റി വെക്കുന്നുണ്ട്. ഒരു ഗ്ലാസ് ബോട്ടിൽ ഉണ്ടെങ്കിൽ അതിലേക്ക് ഒന്ന് സൂക്ഷിച്ച് വെച്ചാലും മതി. എത്ര നാൾ വേണേലും അങ്ങനെ ഇരുന്നോളും, പോത്തൊന്നുമില്ല. നമുക്ക് ആവശ്യത്തിനനുസരിച്ച് അത് ചെയ്യാവുന്നതേ ഉള്ളൂ. നമ്മൾ വെളിയിൽ നിന്ന് ഹെയർ ഡേ ഒക്കെ മേടിക്കുമ്പോഴത്തേക്കും നമുക്ക് ഒറ്റ യൂസിൽ 5 മിനിറ്റുള്ളിൽ തന്നെ നല്ല കറുപ്പ് കിട്ടും അല്ലേ. നമ്മളത് കഴുകുമ്പോഴത്തേക്കും അതൊരു മാസത്തേക്ക് നിൽക്കുകയും ചെയ്യും. പക്ഷെ അത് നമുക്ക് തലയ്ക്ക് നല്ലതല്ല, തലമുടിക്ക് നല്ലതല്ല. നമ്മൾ ചിലർക്ക് അലർജി ഉണ്ടെങ്കിൽ നെറ്റിയുടെ അവിടെ എല്ലാം ചൊറിഞ്ഞു പൊട്ടുകയും തലമുടി എല്ലാം പൊഴിഞ്ഞു പോവുകയും പല പ്രശ്നങ്ങളും നമുക്കുണ്ടാകും ഈ വെളിയിൽ നിന്നുള്ള ഹെയർ ഡേ ഒക്കെ മേടിച്ച് ഉപയോഗിക്കുമ്പോൾ. അപ്പോൾ ആ ഒരൊറ്റ റിസൾട്ട്, അതായത് ആ ഹെയർ ഡേയുടെ ഒരു റിസൾട്ട് ഇതിൽ കിട്ടത്തില്ല. അതായത് ഒറ്റ യൂസിൽ ആ വെളിയിൽ നിന്ന് മേടിക്കുന്ന ഹെയർ ഡേയുടെ ഒറ്റ യൂസിൽ തന്നെ കറുക്കുമ്പോൾ ആ ഒരു കറുപ്പല്ല നമുക്ക് ഇതിന് കിട്ടുന്നത്. ഇത് നമുക്ക് കുറച്ച് യൂസ് ചെയ്താൽ മാത്രമേ നമുക്ക് നല്ലൊരു കളർ കിട്ടത്തുള്ളൂ. അതായത് ഒറ്റ യൂസിൽ നമുക്ക് നമ്മുടെ നരച്ച മുടിയെ ഒരു ഡാർക്ക് ഷെയ്ഡിലേക്ക് കൊണ്ടുവരാൻ പറ്റും. അങ്ങനെ നമ്മൾ തുടർച്ചയായിട്ട് ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു നമ്മുടെ മുടി പൊഴിഞ്ഞു പോകാതെ നല്ലപോലെ തഴച്ച് വളരുകയും ചെയ്യും. താരനുണ്ടാകത്തില്ല, അലർജി ഉണ്ടാകത്തില്ല. അപ്പോൾ നല്ലപോലെ ഒരു കുറച്ച് നാൾ ഇത് യൂസ് ചെയ്ത് കഴിയുമ്പോൾ പെട്ടെന്ന് തന്നെ നല്ലപോലെ അത് കറുത്ത് വരികയും ചെയ്യും. അല്ലാതെ നമ്മൾ വെളിയിൽ ഡൈ മേടിച്ച് തലയിൽ ചെയ്യുന്ന ഒരു റിസൾട്ട് കിട്ടത്തില്ല. ഇത് നാച്ചുറൽ അല്ലേ. അപ്പോൾ നാച്ചുറലായിട്ട് പതുക്കെ ഇതിന് കറുപ്പ് കിട്ടത്തുള്ളൂ. പക്ഷേ ഈ ഒരു കറുപ്പ് നല്ലതാണ്. ഈ കറുപ്പാണ് നമ്മുടെ മുടികൾക്ക് വേണ്ടതും. ഈ ഒരു കറുപ്പ് കറുത്ത് വരും തോറും നമ്മുടെ മുടിക്കെല്ലാം നല്ല കറുപ്പ് വരാനും നമ്മുടെ മുടിയൊക്കെ വളരാനും ഒക്കെ അടിപൊളിയാണ്. അപ്പോൾ നിങ്ങൾ ഇത് നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ളത് നാച്ചുറലായിട്ടുള്ളതാണ് മാത്രം നമ്മുടെ തലമുടിയിലും തലയിലും ഒക്കെ ഉപയോഗിക്കാൻ നോക്കുക. അല്ലെങ്കിൽ
നമ്മുടെ മുടി പൊഴിഞ്ഞു പോകാനും അതുപോലെ ചൊറിച്ചിലൊക്കെ ഉണ്ടാകാനും സാധ്യത കൂടുതലാണ് മറ്റ് ഹെയർ ഡൈകൾ. അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മുടെ വീടുകളിൽ ചെയ്യുവാണെങ്കിൽ നമുക്ക് നല്ല റിസൾട്ട് കിട്ടും. കുറച്ചൊരു ഒരു താമസം വരുമെങ്കിലും നമുക്ക് നാച്ചുറലായിട്ടുള്ള കളർ കിട്ടുകയും ചെയ്യും കേട്ടോ. അപ്പോൾ നിങ്ങൾ ചെയ്ത് ഇതിനു മുമ്പ് ഞാൻ കുറച്ച് നല്ല ഡൈകളുടെയൊക്കെ വീഡിയോകൾ ഇട്ടിട്ടുണ്ട്. ഓയിലിൻ്റെയൊക്കെ മുടി വളരാനുള്ള എണ്ണയുടെയൊക്കെ വീഡിയോ ഇട്ടിട്ടുണ്ട്. കാണാത്തവരൊക്കെ ഒന്ന് പോയി കണ്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. കണ്ടോ, ഇത് നമ്മുടെ സൗത്ര ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ആവശ്യമുള്ള ഒരൊറ്റ സ്പൂൺ പൊടി മാത്രമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്ക് ആവണക്കെണ്ണയാണെങ്കിലും എടുക്കാം കേട്ടോ. ആവണക്കെണ്ണ അല്ലെങ്കിൽ നമ്മുടെ കടുകെണ്ണ ഇതൊക്കെ എടുക്കാവുന്നേ ഉള്ളൂ. വേറൊരു എണ്ണ ഓയിൽ ഉപയോഗിക്കേണ്ട. പിന്നെ നമുക്ക് പിടിക്കുന്ന ഏതെണ്ണയാണോ അതാണ് നമ്മൾ എടുക്കേണ്ടത്. ഞാൻ ഇപ്പോൾ വെളിച്ചെണ്ണയാണ് ഇവിടത്തിൽ എടുത്തിരിക്കുന്നത്. ഇതിൽ പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ഇത് പെട്ടെന്ന് ഇങ്ങനെ തയ്യാറാക്കിയിട്ട് ഉടനെ യൂസ് ചെയ്യുകയല്ല വേണ്ടത്. ഇത് നമുക്ക് ഒരു ദിവസം രാത്രി ഫുള്ളും ഇതുപോലെ ഇരുമ്പ് ചട്ടിയിൽ തന്നെ നമുക്ക് സൂക്ഷിച്ച് വെച്ച് രാവിലെ വേണം നമ്മളിത് ഉപയോഗിക്കേണ്ടത്. അതായത് കുളിക്കുന്നതിൻ്റെ 1 മണിക്കൂർ മുമ്പ് വേണം നമ്മൾ ഉപയോഗിക്കാനായിട്ട്. ഇപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ അവിടെ പുരട്ടി കാണിച്ചു കണ്ടില്ല, ആ ഒരു കറുപ്പിനെക്കാട്ടിലും കൂടുതൽ കറുപ്പ് ഒറ്റ ദിവസം നമ്മൾ ഇതിന് വെച്ചേക്കുവാണെങ്കിൽ പിറ്റേ ദിവസം രാവിലെ എടുക്കുമ്പോൾ നല്ല കറുപ്പ് അത് കിട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാനൊന്ന് അടച്ച് വെച്ചതിന് ശേഷം പിറ്റേ ദിവസം ഞാൻ ഒന്ന് എടുത്തിട്ടുണ്ട്. ഇത് കണ്ടില്ല, നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ മനസ്സിലാകും നല്ലൊരു റിസൾട്ട് ഉണ്ട്. ഞാൻ ഇപ്പോൾ ഒന്നുകൂടെ കയ്യിൽ തേച്ച് കാണിക്കാണ്ട്. ഫസ്റ്റ് ഞാൻ കൈ തേച്ച് കാണിച്ചതിനെക്കാട്ടും നല്ലൊരു കറുപ്പ് ഇപ്പോൾ വന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ തലയിൽ നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ആഴ്ചയിൽ 2 ദിവസം നിങ്ങളിത് ചെയ്ത് ഡെയിലി കുളിക്കുവാണെങ്കിൽ നമ്മുടെ എത്ര നരച്ച മുടിയാണെങ്കിലും നല്ലൊരു കറുപ്പ് വരുന്നതായിരിക്കും. താരന് അങ്ങനെയുള്ള എല്ലാം പോകുന്ന മുടി പനങ്കല പോലെ വളരാനും സഹായിക്കുന്നതാണ് ഈ പൊടി, നമ്മുടെ മഞ്ഞൾ പൊടി. അപ്പോൾ ഇങ്ങനെ തന്നെ നിങ്ങൾ യൂസ് ചെയ്യണം കേട്ടോ. നല്ല റിസൾട്ട് കിട്ടുന്നതാണ്. അതുപോലെ തന്നെ ചിലർക്കൊക്കെ നരച്ചമുടി വളരെ ഇഷ്ടമാണ്. അങ്ങനെയുള്ളവരൊന്നും ഇത് ചെയ്യണ്ട കേട്ടോ. നരച്ചമുടിയോട് വലിയ താല്പര്യം ഇല്ലാത്ത ആൾക്കാർ, കറുത്ത മുടി വേണമെന്ന് ആഗ്രഹമുള്ളവർ ഇത് ചെയ്താൽ മതി കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ മുടി നരയ്ക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ ഫുഡിൽ നല്ല കാൽസ്യമൊക്കെ ചേർന്ന് ഫുഡൊക്കെ കഴിക്കുക. അതുപോലെ തന്നെ നല്ലപോലെ വെള്ളം കുടിക്കുക. ഇതൊക്കെ ചെയ്താൽ മാത്രമേ നമ്മുടെ മുടിയൊക്കെ നരയ്ക്കാതിരിക്കത്തുള്ളൂ. ഇപ്പോഴത്തെ ഫുഡിൻ്റെയൊക്കെ ഒരു പ്രോബ്ലം ഒക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് പെട്ടെന്ന് തന്നെ കുട്ടികൾക്ക് വരെ മുടി നരയ്ക്കുന്നുണ്ട്. ഇപ്പം എല്ലാവർക്കും അറിയാൻ പറ്റുമല്ലോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ നരയ്ക്കുന്നവർക്കാണെങ്കിലും ഇത് യൂസ് ചെയ്യുവാണെങ്കിൽ അത് കുറച്ച് നാൾ കഴിയുമ്പോൾ ആ നരച്ച മുടിയുടെ എല്ലാ പ്രശ്നങ്ങളും മാറുന്നതായിരിക്കും. ഇപ്പം നിക്കയുടെ മീശയിലാണൊന്ന് അപ്ലൈ ചെയ്ത് കാണിക്കുന്നത്. ഇത് കണ്ടേ, താടിയുള്ളവർക്ക് താടിയിലും നമുക്ക് യൂസ് ചെയ്യാമെന്നുള്ള, താടി നരച്ച താടി ഉണ്ടെങ്കിലും മീശയാണെങ്കിലും നമുക്ക് താടിയിലും മീശയിലും ഒക്കെ അപ്ലൈ ചെയ്യാവുന്നതേ ഉള്ളൂ. ഞാൻ ഇപ്പോൾ താടി ചെറിയൊരു കുറ്റി പോലെ ഉണ്ട് നരച്ചിട്ട് അവിടെയെല്ലാം ഞാനൊന്ന് ചെറുതായിട്ടൊന്ന് തേച്ച് കൊടുക്കുന്നുണ്ട്. എനിക്ക് നല്ല റിസൾട്ടാണ് ഇവിടെ കിട്ടിയത്. ഒറ്റ യൂസിൽ ആ വൈറ്റ് കളറിലെ ഡാർക്ക് ഒരു ഷെയ്ഡ് വരുന്നതായിരിക്കും കേട്ടോ. ഇത് നമ്മൾ കുറച്ച് ദിവസം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, അതായത് കുളിക്കുന്നതിന് മുമ്പ് 1 മണിക്കൂർ ചെയ്ത് നല്ലൊരു റിസൾട്ട് കിട്ടുന്നതാണ്. ഒറ്റ യൂസിൽ കറുത്തിട്ടില്ല എന്ന് പരാതി ആരും പറയരുത്. ഇത് നമ്മൾ ആഴ്ചയിൽ 2 ദിവസമായിട്ട് ചെയ്യുവാണെങ്കിൽ മാത്രമേ നല്ലൊരു വ്യത്യാസം വരുത്തുള്ളൂ. ഞാൻ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ അടിപൊളി ടിപ്പുകളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.